നമസ്കാരം. രാജ്യസഭാ സീറ്റ് വിവാദം ചർച്ച ചെയ്യാൻ ഇന്ന് ചേർന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ആ തീരുമാനമെടുത്ത മൂവർ സംഘത്തിലെ 2 പേരും പങ്കെടുത്തിരുന്നു. രമേശ് ചെന്നിത്തലയും MM ഹസനും. മാണിക്ക് സീറ്റ് കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് ശരിയായ വഴിയിലൂടെയല്ല എന്ന കുറ്റസമ്മതം ഇരുവരും യോഗത്തിനു മുമ്പാകെ നടത്തിയെന്നാണ് വിവരം. കുറെക്കൂടെ ജനാധിപത്യപരമായ ചർച്ചകൾ നടത്തേണ്ടിയിരുന്നു എന്ന് അവർ സമ്മതിച്ചത് യോഗത്തിൽ അതിരൂക്ഷമായ വിമർശം ഉയർന്നതിന് ശേഷമാണ്. ഉമ്മൻചാണ്ടി യോഗത്തിൽ പങ്കെടുത്തില്ല. എന്നാൽ അസാന്നിധ്യത്തിലും അതിരൂക്ഷമായ വിമർശങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നു. അതിലേറ്റവും കടുപ്പിച്ചത് സ്വാഭാവികമായും PJ കുര്യൻ തന്നെ. ഉമ്മൻചാണ്ടിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന ചോദ്യം തന്നെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ചോദ്യത്തോട് മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ അനുയായികളിൽ നിന്ന് എതിർപ്പുണ്ടായത്. PC വിഷ്ണുനാഥ്, ബെന്നി ബെഹനാൻ എന്നിവർ എഴുന്നേറ്റ് നിന്ന് ആ ആക്ഷേപത്തെ എതിർത്തു. കേരളത്തിൽ പാർട്ടിയെ വളർത്താൻ പണിയെടുത്ത ഉമ്മൻചാണ്ടിയെ അത്തരത്തിൽ അപഹസിക്കരുത് എന്ന് അവർ ശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കി. എന്നാൽ വ്യക്തിപരമായ ആ പരിഹാസത്തെ മാത്രമേ അവർ പോലും എതിർത്തുള്ളൂ എന്നതും കൗതുകകരമാണ്. രാജ്യസഭാ സീറ്റ് വിഷയത്തിലെ ഉമ്മൻചാണ്ടിയുടെ നിലപാടുകൾ വിമർശിക്കപ്പെടുമ്പോൾ അവർ പോലും നിശബ്ദരായിരുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തെ സമഗ്രമായി പ്രതിഫലിപ്പിക്കുന്നത് തന്നെയായി. എന്നാൽ ഇത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക കോൺഗ്രസിൽ? ഈ എതിർപ്പുകൾ ഉമ്മൻചാണ്ടിയെ സ്പർശിക്കുന്നതാകുമോ? ഹസനും ചെന്നിത്തലയും തെറ്റ് സമ്മതിച്ചത് വിവാദം ഒഴിവാക്കുക, നിർത്തുക, അതിൽ നിന്ന് തലയൂരുക എന്ന ലക്ഷ്യം വെച്ച് മാത്രമായിരിക്കില്ലേ? ഇക്കാര്യങ്ങളാണ് ഇന്ന് ചർച്ച. സ്വാഗതം. ഈ വിഷയത്തിലെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ചോദ്യം ഇതായിരുന്നു: രാഷ്ട്രീയകാര്യ സമിതി നോക്കുകുത്തിയാകുമോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. നേരത്തെ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം പൂർത്തിയാകുന്നതിന് മുമ്പ് നൽകിയ ചോദ്യമാണിത്. ഈ ചോദ്യത്തിലാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയുമാണ് പ്രേക്ഷക അഭിപ്രായങ്ങൾ വരിക. നാല് ചോദ്യങ്ങളിലൂടെയാണ് പതിവ് പോലെ ഈ ചർച്ച മുന്നോട്ട് പോവുക. കുറ്റസമ്മതം ആത്മാർത്ഥതയോടെ ഉള്ളതോ? രമേശ് ചെന്നിത്തലയും MM ഹസനും തങ്ങളുടെ വീഴ്ചകൾ സംബന്ധിച്ചത് ആത്മാർത്ഥതയോടെയോ എന്നത് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത് തെറ്റ് സംബന്ധിച്ചത് വിമർശം ഉൾക്കൊണ്ട് തന്നെയോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തേത് ഉമ്മൻചാണ്ടി ഒറ്റപ്പെടുമോ പാർട്ടിക്കകത്ത് എന്നതാണ്. നേതാക്കൾ എന്ത് പാഠം പഠിക്കും, കോൺഗ്രസ് നേതാക്കൾ എന്ത് പാഠം പഠിക്കും എന്നതാണ് നാലാമത്തെ നമ്മുടെ പോയിന്റ്. ഈ ചർച്ചയിൽ ഈ പോയിന്റുകളിലൂടെയാകും നമ്മുടെ ചർച്ച മുന്നോട്ട് പോവുക. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ D. സുഗതൻ ആലപ്പുഴ സ്റ്റുഡിയോയിലുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ A. സജീവൻ കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ ടെലഫോണിലൂടെ ഈ ചർച്ചയിൽ ചേരും. ശ്രീ പഴകുളം മധു, KPCC സെക്രട്ടറി, അദ്ദേഹം എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ശ്രീ A. സജീവൻ കോഴിക്കോട്ട്, D. സുഗതൻ ആലപ്പുഴ സ്റ്റുഡിയോയിൽ, ശ്രീ പഴകുളം മധു എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിൽ, അഡ്വക്കേറ്റ് ജയശങ്കർ ടെലഫോണിൽ ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ A. സജീവൻ, അവരിരുവരും MM ഹസനും രമേശ് ചെന്നിത്തലയും വീഴ്ച സമ്മതിച്ചു എന്നതാണ് അവിടെ നിന്ന് വരുന്ന വാർത്ത. ഏത് നിലക്ക് കാണണം ഇതിനെ? അതൊരു വരുന്ന വിമർശങ്ങളുടെ രൂക്ഷത ബോധ്യപ്പെട്ടതുകൊണ്ടുള്ള തെറ്റ് സമ്മതിക്കലായി കാണണമോ? അല്ല, വളരെ കൃത്യമായുള്ള അവർ നേരത്തെ പറഞ്ഞത് ഇത് UDFൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ്. പക്ഷേ ഇപ്പോൾ വീഴ്ചയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തന്നെ അവരറിയാതെ പെട്ടുപോയ ഒരു തീരുമാനത്തിൽ, അവർ അറിയാതെ പങ്കാളികളായിപ്പോയ ഒരു തീരുമാനത്തിൽ, അങ്ങനെ പറയണം, അതിൻ്റെ ഒരു ഏറ്റുപറച്ചിലാണ് ഇപ്പോൾ നടത്തിയത്. വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് സംഭവിച്ച വീഴ്ചയെക്കുറിച്ചാണ്. ഈ തീരുമാനമെടുത്ത മറ്റ് ആർക്കെങ്കിലും ഉള്ളതിനെ കുറിച്ചല്ല, അവർക്ക് സംഭവിച്ച, ചെന്നിത്തലയ്ക്കും ഹസനും സംഭവിച്ച വീഴ്ചയെക്കുറിച്ച്. അവരിത് കാര്യമായിട്ടൊരു വളരെ ചെറുക്കേണ്ടടുത്ത് ചെറുത്തില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ അവർ നൽകുന്നത്. അല്ലാതെ ഇത് മൊത്തമായിട്ട് ആ തീരുമാനം തന്നെ എടുത്ത എല്ലാവർക്കും വീഴ്ച സംഭവിച്ചതല്ല, ചില ആളുകൾ ബോധപൂർവം എടുത്തു എന്നുള്ള സൂചന പോലും നൽകുന്നത്. എന്തുകൊണ്ടാണ് ഈ യോഗത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത് അതിൽ തീരുമാനങ്ങൾ എടുക്കുകയും അതിന് മുന്നിൽ നിൽക്കുകയും ചെയ്ത എല്ലാവരും പങ്കെടുത്തില്ലല്ലോ ഇന്നത്തെ മീറ്റിങ്ങിൽ? പങ്കെടുക്കാതെ പോയ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അക്കാര്യം വിമർശനങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാൻ ചെന്നിത്തലയ്ക്കും ഹസനും അറിയാമെന്നുള്ളതാണ്. ഒരിക്കലും ഇതും ഒരു മറുപടി കൊടുക്കല്ല. അവർ സറണ്ടർ, ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനം ഉയർത്തിയ ഓരോരുത്തരുടെയും മുൻപിൽ അവർ സറണ്ടർ ചെയ്യുകയാണ്, അവർ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് പങ്കാളിത്തമില്ലായിരുന്നു. മാണി ചോദിക്കാത്തൊരു സീറ്റ് കൊടുത്ത് എന്തിന് എന്നൊരു ചോദ്യം വരുമ്പോൾ മാണി ചോദിച്ചിട്ടില്ല. പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ മാണി ചോദിച്ചായിട്ട് നമുക്കറിയില്ല. പരസ്യമായിട്ട് എന്തായാലും ചോദിച്ചില്ല. മാണി രഹസ്യമായിട്ട് പോലും ചോദിച്ചിട്ടില്ല എന്ന് മാണി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
മാണി പറയുന്നു ഞങ്ങൾ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നില്ല, എങ്കിലും അത് തന്ന ഔദാര്യം കാണിച്ച കോൺഗ്രസിന് നന്ദി എന്ന് പറയുന്ന അദ്ദേഹം. ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് സ്വാഭാവികമായൊരു ട്രാപ്പായിരുന്നു എന്നറിയാം. അത് നടത്തിയതിന് ഇവർക്ക് രണ്ടുപേർക്കുമുള്ള പങ്കാളിത്തം ഇല്ലായ്മയെക്കുറിച്ച്, അവർക്ക് പറ്റിപ്പോയ വീഴ്ചയെക്കുറിച്ച്, അവർ കാര്യഗൗരവത്തോടു കൂടി ഇത് എടുക്കാതിരുന്നതിനെക്കുറിച്ചുള്ള ഒരു ഏറ്റുപറച്ചിലാണിപ്പോൾ ഇന്ന് രണ്ടുപേരും ഈ യോഗത്തിൽ നടത്തിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇങ്ങനെ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി ഗൗരവതരത്തിലുള്ള ചർച്ചകളിലേക്ക് പോവുകയില്ല എന്നൊരു തോന്നലായിരുന്നു ആദ്യഘട്ടത്തിലെങ്കിലും ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, അങ്ങേയറ്റം രൂക്ഷമായ വിമർശങ്ങൾക്ക് പാത്രീഭവിക്കേണ്ടി വന്നു ഈ പറയുന്ന മൂവർ സംഘത്തിനും. അതിൽ രണ്ടുപേരവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, കുറെ കൂടെ ജനാധിപത്യപരമായ തോതിൽ ഈ രാഷ്ട്രീയകാര്യ സമിതി പോലുള്ള ഇടങ്ങളിലെങ്കിലും ചർച്ച നടത്തേണ്ടതായിരുന്നു എന്ന് കുറ്റസമ്മതം നടത്തി വീഴ്ച സമ്മതിച്ചു എന്നാണ് വരുന്ന വിവരം. അത് ഏത് നിലക്ക് താങ്കൾ അതിനെ കാണും? അല്ല, ഇതൊക്കെ നിരന്തരമായ വ്യായാമമാണ്, വൃഥാ വ്യായാമമാണ്. കാരണം ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് കമ്മിറ്റി വിളിച്ചുകൂടുകയും ചർച്ച നടത്തുകയും ചർച്ചയിലുണ്ടായ ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ മാണി ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള കൂടിയാലോചനകൾ കുറെ കൂടി ഫലപ്രദമായി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു അർത്ഥമുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഈ മൂന്ന് യോഗ്യന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനം പരിപൂർണമായി നടപ്പാക്കുകയും അതിന്റെ എല്ലാ ഗുണഫലങ്ങളും കൂടെയുള്ള മറ്റേ വിഭാഗത്തിന് കിട്ടിയതിന് ശേഷം ഈ രാഷ്ട്രീയകാര്യ സമിതി കൂടി ചേർന്ന് വെറുതെ ഒരു ആലോചന നടത്തുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു. അതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരു കൂട്ടരെ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്നു, ഒരു കൂട്ടർ ഞങ്ങൾക്ക് മറ്റേ വിഭാഗക്കാർ ഞങ്ങൾക്ക് ചെറിയ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നു. ഇതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമുള്ളത്? പാർട്ടിക്ക് പ്രയോജനമുണ്ടോ? മുന്നണിക്ക് പ്രയോജനമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കെ എം മാണിക്കോ അദ്ദേഹത്തിന്റെ മകന് മാത്രം പ്രയോജനമുണ്ട്. അതാണ് ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് ജയശങ്കർ താങ്കളിലേക്ക്. ശ്രീ ഡി സുഗതൻ, ഇവിടെ അദ്ദേഹം ഉന്നയിക്കുന്ന ആ കാര്യം വളരെ പ്രസക്തമായ ഒന്നു തന്നെയല്ല. അതായത് ഈ രാഷ്ട്രീയകാര്യ സമിതി ഇത്തരമൊരു തീരുമാനം എടുത്തതിന് ശേഷമാണ് യോഗം ചേരുന്നത്. വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വലിയ തോതിൽ രൂക്ഷമായിട്ട് നേതാക്കൾ വിമർശിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ തന്നെയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു, തീരുമാനം ഉണ്ടാക്കപ്പെട്ടു കഴിഞ്ഞു. അത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഉണ്ടാക്കാവുന്ന ആഘാതം ഉണ്ടാക്കുകയും ചെയ്തു, പ്രവർത്തകരുടെ ആത്മവീര്യത്തിന് ക്ഷീണമുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അതിനകത്ത് വന്ന് ഈ പറയുന്ന വീഴ്ച സമ്മതിച്ചു പോകുന്നത് ഏത് നിലക്ക് ഗുണപരമായിട്ടാണ് വരിക? ഇതിപ്പോൾ സജീവനും ജയശങ്കറും പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അങ്ങനെ ഒന്നും കണക്കാക്കരുത്. കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയല്ലേ. ഞങ്ങളൊരു 133 വർഷം പഴക്കമുള്ള പാർട്ടി, ഗാന്ധിജിയുടെ പാർട്ടി, നെഹ്റുവിൻ്റെ പാർട്ടി, ഇന്ത്യ 60 കൊല്ലം ഭരിച്ച പാർട്ടിയല്ലേ. ഇപ്പോൾ ഭരണത്തിലില്ല. ശരി തന്നെ, ഇതൊക്കെ കോൺഗ്രസിൽ പതിവായ കാര്യങ്ങളാണ്. കോൺഗ്രസിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം അനുസരിച്ച് കാര്യങ്ങൾ നടന്നു. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകൾ അതിലൊക്കെ ആക്ഷേപം ഉന്നയിച്ച് അങ്ങനെ ഒരു പ്രശ്നമായതാണ്. ഇപ്പോൾ ലീഡർ കെ കരുണാകരൻ്റെ കാലത്ത് ഒരിക്കൽ 94-ൽ 2 രാജ്യസഭ ഒഴിവന്നു. ഒരെണ്ണം അദ്ദേഹം ലീഗിന് കൊടുത്തു. ലീഗ് ആവശ്യപ്പെട്ടു, അദ്ദേഹം കൊടുത്തു. അന്നത് പ്രതിഷേധമുണ്ടായി. അന്ന് ഉമ്മൻചാണ്ടി സാറ് അന്ന് മന്ത്രിയായിരുന്നു, അത് രാജിവെച്ചു. പിന്നീട് AK ആന്റണിക്ക് ഒരു സീറ്റ് ആവശ്യം വന്നപ്പോൾ മുസ്ലിം ലീഗാണ് കൊടുത്തത്. മുസ്ലിം ലീഗാണ് ആ സീറ്റ് വിട്ടുകൊടുത്തത് ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം കോൺഗ്രസ് പ്രസിഡന്റും മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും കൂടി ചേർന്ന് തീരുമാനിക്കുകയാണ് ഇതൊക്കെ പതിവ്. ഇപ്പോഴും അത് അങ്ങനെ തീരുമാനിച്ചത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി കൂടെ ഉണ്ട്. അത് ഹൈക്കമാൻഡ് അംഗീകരിച്ച ഒരു ടീമാണ് അവർ 3 പേര്. അവരംഗീകരിച്ച് തീരുമാനമാണ്. സ്വാഭാവികമായിട്ട് അങ്ങനത്തെ തീരുമാനം അംഗീകരിച്ചേ പറ്റൂ. അടിയന്തര ഘട്ടത്തിൽ ഇത് വേണം. പിന്നെ രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്തില്ല എന്നുള്ള ആക്ഷേപം വന്നുകൊണ്ടാണ് ഇന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പറഞ്ഞത് അത് തെറ്റായി പോയി, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതി ഒരു പാർട്ടി ഭരണഘടന പ്രകാരമുള്ള കമ്മിറ്റിയൊന്നും അല്ല. അത് KPC എക്സിക്യൂട്ടീവാണ്. 105 പേരുള്ള KPC എക്സിക്യൂട്ടീവാണ് ഭരണഘടനാപരമായ കമ്മിറ്റി. ആ കമ്മിറ്റി കൂടിയിട്ടില്ല. അതിന് പരാതിയൊന്നുമില്ല, ആക്ഷേപം. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ നേതാക്കന്മാർക്ക് തീരുമാനമെടുക്കാം. ഹൈക്കമാൻഡ് അംഗീകരിച്ചു. രാഹുൽ ഗാന്ധി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആക്ഷേപം പറയാറില്ല. ദെയർ ഇസ് നോ അപ്പീൽ അഗൈൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് ദി കോൺഗ്രസ് പ്രസിഡന്റ്. അതാണ് കോൺഗ്രസ് സംവിധാനം. അതാണ്. പിന്നെ അതേക്കുറിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ശ്രീ ഡി സുഗതൻ, അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം തന്നെയാണ് ഈ പറയുന്ന യോഗം ചേരുന്നതിന് മുമ്പ് 3 നേതാക്കളും പറഞ്ഞത്. അടിയന്തര ഘട്ടത്തിൽ ഇങ്ങനെ നേതാക്കൾ മാത്രം ചേർന്ന് തീരുമാനമെടുക്കുക എന്ന അസ്വാഭാവികമായ കാര്യമല്ല എന്ന്. പക്ഷേ അതേ ആളുകൾ തന്നെ ഇന്ന് ഹസനും രമേശ് ചെന്നിത്തലയും അവിടെ ഞങ്ങൾക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്, കുറെ കൂടെയുള്ള ചർച്ചകളിലേക്ക് വഴങ്ങാമായിരുന്നു എന്ന അഭിപ്രായവും പറയുന്നു. ഒപ്പം ഇത് തന്നെയാണ് സംവിധാനം എന്ന് പറയുമ്പോൾ എങ്ങനെ ഉമ്മൻചാണ്ടി വന്നു, അദ്ദേഹത്തിന് എന്താ കൊമ്പുണ്ടോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് ഈ പറയുന്ന KPC പ്രസിഡന്റും പാർലമെന്ററി പാർട്ടിയുടെ നേതാവുമൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് AICC സെക്രട്ടറിയായ ഉമ്മൻചാണ്ടിക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ഇടം വരിക? അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ കൂടെ വരേണ്ടതല്ലേ എന്ന പോലുള്ള രൂക്ഷമായ വിമർശങ്ങൾ ഉയർന്നു വന്നു എന്നാണല്ലോ പറയുന്നത്. ഇത് ഈ പറയുന്നത് പോലെ എല്ലാ കാലത്തും നടക്കുന്നതാണ് കോൺഗ്രസിനകത്തെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു കുറ്റസമ്മതവും
വഴങ്ങി നിന്നുകൊടുക്കലും ഈ രണ്ട് നേതാക്കളും നടത്തിയത്? ഇത് കോൺഗ്രസ്സാണിത്. വിമർശനം വന്നു, അതിന് മറുപടി പറയും, സ്വാഭാവികമായിട്ട് അങ്ങനെ പറഞ്ഞേ പറ്റൂ. വ്യാപകമായ വിമർശനം വന്നു. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഭൂരിപക്ഷമുള്ള ആളുകളും വിമർശനം ഉന്നയിച്ചു. പ്രധാനപ്പെട്ട ആളുകളാണ്, ചെറിയ ആളുകളല്ല, വലിയ വലിയ നേതാക്കന്മാരാണ് പങ്കെടുക്കുന്നത്. അവർ വിമർശനം ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സമ്മതിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല മറുപടി പറയുകയുണ്ടായത് ഇനി ആവർത്തിക്കില്ല, തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. പക്ഷേ പാർട്ടിയുടെ സംവിധാനം അനുസരിച്ച് ഇങ്ങനെ അടിയന്തര ഘട്ടങ്ങൾ തീരുമാനം എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഡൽഹിയിൽ വെച്ചായിപ്പോയി, പെട്ടെന്ന് ആലോചിക്കാൻ സമയം കിട്ടിയില്ല. എങ്കിലും ഒരു സർക്കുലേറ്റഡ് ഡിസിഷൻ ആകാമായിരുന്നു, അതിന് സമയം കിട്ടിയിട്ടില്ല എന്നുള്ളത് വേണം കണക്കാക്കാൻ. ഏതായാലും ഇതൊക്കെ മുന്നണി താല്പര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തീരുമാനം ഉണ്ടായെന്നത് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഇതൊക്കെ കോൺഗ്രസ് പ്രസിഡന്റ് അംഗീകരിച്ച കാര്യവുമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ഒരിക്കൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഈ രീതി വ്യാപകം ചർച്ച ചെയ്യാറില്ല. പിന്നെ രാഷ്ട്രീയകാര്യ സമിതി ചർച്ച വന്നതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കോൺഗ്രസ്സാണ്, കോൺഗ്രസിൽ ഇത്തരം സംവിധാനങ്ങളുണ്ട്. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഡി സുഗതൻ, ശ്രീ പഴകുളം മധു, ഇവിടെ സാധാരണ പ്രവർത്തകർ, കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ഇത്രയേറെ ബുദ്ധിമുട്ടിലായ ഒരു സമീപകാല തീരുമാനം വേറെയില്ല. പക്ഷെ അതിന് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് വഴങ്ങുന്ന സമീപനമാണ് രാഷ്ട്രീയകാര്യ സമിതിക്കകത്ത് ആ തീരുമാനമെടുത്ത രണ്ടാളുകളും സ്വീകരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ശുഭകരമായ ഒന്നായി തന്നെ കണ്ട് ഈ വിവാദം ഇവിടെ അങ്ങ് നിർത്തുക എന്നതിലേക്ക് പ്രവേശിക്കുമോ നാട്ടിലെ പാർട്ടിക്കാർ? ഒന്നാമത് ബഹുമാനായ ശ്രീ ഡി സുഗതൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ പര്യാപ്തമായ നേതാവാണ്. ഞങ്ങൾ രണ്ടുകൊണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇന്ന് നടന്ന രാഷ്ട്രീയകാര്യ സമിതിയിലെ ചർച്ച നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും മാപ്പ് പറഞ്ഞു. ഞാനങ്ങോട്ടൊന്നും കേട്ടിട്ടില്ല. അവർ മാപ്പ് പറഞ്ഞെന്നും ഒരു തെറ്റ് സമ്മതിച്ചെന്നൊന്നും പറഞ്ഞായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് യാതൊരു അറിവുമില്ല. രാഷ്ട്രീയകാര്യ സമിതിയിൽ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ചർച്ചയും പരാമർശങ്ങളും വിവാദങ്ങളും എല്ലാം ഉണ്ടായി കാണാം. ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം അതിൻ്റെ നെസസിറ്റി എന്തായിരുന്നു, ഇത്തരമൊരു തീരുമാനം എടുക്കാനുണ്ടായിട്ടുള്ള പെട്ടെന്നുള്ള കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ, വിശദീകരണം നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്, നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ കൂടെ നടക്കുന്ന ചർച്ചയിൽ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് എന്തൊക്കെയോ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോവുകയാണെന്നുള്ള ഒരു ഭാവത്തിലാണ് ഇതൊക്കെ നടന്നത്. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. ശ്രീ ഡി സുഗതനോട് പറഞ്ഞതുപോലെ കോൺഗ്രസിൽ തീരുമാനമെടുക്കുന്നതിനൊരു സംവിധാനമുണ്ട്, ഒരു രീതിയുണ്ട്. ആ നേതാക്കന്മാരാണെങ്കിലും പാർട്ടി ഫോറം ആണെങ്കിലും അതിനുള്ള ഒരു മാൻഡേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അധികാരം അതിനുണ്ട്. അത്തരത്തിലെടുത്ത തീരുമാനത്തിൻ്റെ നെസസിറ്റി എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ഇന്നുണ്ടായി എന്നുള്ള സത്യമാണ്. അതിനപ്പുറം ആരെങ്കിലും മാപ്പ് പറഞ്ഞോ, ആരെങ്കിലും ക്ഷമ പറഞ്ഞോ എന്നൊന്നും എനിക്കറിയില്ല. അതൊന്നും അത്ര ഒരു പരാമർശം, അത്ര ഒരു ഒരു ഡെഫിനിഷൻ അതിന് കൊടുക്കുന്നത് ശരിയല്ല. കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുള്ള വികാരം സത്യമാണ്. ഞങ്ങളെല്ലാവർക്കും ഇതിൽ ദുഃഖമുണ്ട്. കാരണം ഞങ്ങളുടെ കയ്യിലിരുന്ന സീറ്റാണ്, അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ എല്ലാവരും അതിൽ വിഷമിച്ചു. ചില ആൾക്കാർ പൊട്ടിത്തെറിച്ചു, ചില ആൾക്കാർ ആ പരസ്യമായ രംഗത്ത് വന്നു. പക്ഷേ അതെല്ലാം കെട്ടടങ്ങിയിരിക്കുകയാണ്. ഇന്നും നാളെയും നടക്കും. നാളെയാണ് KPCC എക്സിക്യൂട്ടീവ് നേതൃയോഗം, നാളെയാണ്. ആ യോഗത്തിലും ഇത്തരം കാര്യങ്ങൾ KPCC പ്രസിഡന്റും നേതാക്കന്മാരും ചർച്ചയ്ക്ക് വെക്കും. അതിലെല്ലാം അഭിപ്രായം പറയും. ആ അഭിപ്രായം കേൾക്കാനാണ് നേതാക്കന്മാർ ഇരിക്കുന്നത്. ആ അഭിപ്രായം, ആ നടപടി എന്തുകൊണ്ട് സ്വീകരിച്ചു, എന്തായിരുന്നു സാഹചര്യം, എന്തായിരുന്നു അടിയന്തര ഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായത്, കേരളത്തിലെ UDFൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇതിനകം വിശദീകരിക്കപ്പെട്ട യാഥാർത്ഥ്യം. അതുകൊണ്ട് അത് പരക്കെ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ, ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവർ വിവക്ഷിക്കുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസിൽ ഇതാദ്യമുണ്ടായൊരു പൊട്ടിത്തെറിയാണ്, ഇതാ കോൺഗ്രസ് തകരാൻ പോകുന്നു, ഇനി കോൺഗ്രസ് ഇല്ല എന്നൊക്കെ പറയുന്നത് അതൊരു ദിവാസ്വപ്നം മാത്രമാണ്. കോൺഗ്രസ് ഒരു എല്ലാ വിശാലാർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ജനാധിപത്യ പാർട്ടിയാണ്. CPM പോലെയല്ല, BJP പോലെയല്ല. തുറന്ന അഭിപ്രായം പറയാനും ഒരുപക്ഷെ പരസ്യമായി പ്രകടിപ്പിക്കാനും ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലിരിക്കുന്ന ഒട്ടുമിക്ക നേതാക്കന്മാരും പരസ്യമായി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ അതൊരു പുതുമയൊന്നുമല്ല. ഇതും ഇന്നും നാളെയുമായി ഈ പ്രശ്നങ്ങളെല്ലാം തീർന്ന് കേരളത്തിലെ കോൺഗ്രസും UDFും ശക്തമായി മുൻപോട്ട് പോകും. യുവാക്കൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു, ഞങ്ങൾക്കെല്ലാം ആ ആശങ്കയുണ്ട്. പുതിയ യുവ നേതൃത്വ നിര വരണം, യുവാക്കൾക്ക് കൂടുതൽ അവസരം ഉണ്ടാകണം. അതിൻ്റെ അർത്ഥം കേരളത്തിലെ കോൺഗ്രസിനെ ഒന്നാകെ മാറ്റി ഒരു പുതിയ ലീഡർഷിപ്പ് വരിക എന്നുള്ളതല്ല. അതിലേക്ക് ഞാൻ വരാം. ശ്രീ പഴകുളം മധു, താങ്കളിലേക്ക് വരാം. ശ്രീ എ സജീവൻ, ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഇത്ര വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും രാഷ്ട്രീയകാര്യ സമിതിയോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള സമിതികളോ, വളരെ പ്രധാനപ്പെട്ട സമിതികളോ, അതിനകത്ത് ആളുകൾ അവരവരുടെ രോഷം പ്രകടിപ്പിക്കും എന്നല്ലാതെ
മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ട് തീരുമാനം നേരത്തെ വലിയ ചർച്ചകളൊന്നുമില്ലാതെ എടുക്കുകയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ച ഈ മൂവർ സംഘം, അതിൽ തന്നെ ഉമ്മൻചാണ്ടി എന്ന പ്രധാനപ്പെട്ട നേതാവ് ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന മട്ടിൽ അങ്ങോട്ട് ഒതുങ്ങിക്കൊള്ളും എന്ന തീരുമാനത്തിൻ്റെയും നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുകയില്ലേ നേരത്തെ തന്നെ ഇതിന് ഇറങ്ങിയിട്ടുണ്ടാവുക? അതാണ് കൃത്യമായിട്ടുള്ള ശരിയായ നിലപാട്, അല്ലെങ്കിൽ അങ്ങനെയേ സംഭവിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്നതായില്ലേ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയിലെ യോഗത്തെ ചർച്ചകൾ? ആളുകൾ അവരുടെ രോഷം പ്രകടിപ്പിച്ചു, പിരിഞ്ഞുപോയി, ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു, ഇനി മുതൽ അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു പോവുക എന്നതല്ലാതെ കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും നടക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അല്ല, അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇവർ പഴകുളം അത് പറഞ്ഞപ്പോഴും സൂതൻ വക്കീൽ പറഞ്ഞപ്പോഴൊക്കെ ഇതൊരു വലിയ പ്രശ്നമല്ല, കോൺഗ്രസ് ഒരു വലിയ മഹാപ്രസ്ഥാനമാണ്. അദ്ദേഹം ഗാന്ധി മുതലേ പറഞ്ഞു, എന്തുകൊണ്ട് എയോഹ്യൂ മുതൽ പറഞ്ഞില്ല എന്നുള്ള എനിക്ക് സംശയം തോന്നുന്നു. അപ്പോൾ അതുമുതലുണ്ടായ വലിയ പ്രസ്ഥാനം അതിങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലായിരിക്കാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ കേരളത്തിലും ഇന്ത്യയിലുമുള്ള ആളുകൾക്ക് അറിയാമല്ലോ, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈ പ്രസ്ഥാനം വളരുകയാണോ താഴോട്ടേക്ക് തളർന്നു പോവുകയാണോ എന്നുള്ള കാര്യം അറിയാമല്ലോ. അതിന് കാരണം എന്താണെന്ന് പറയാം. ഇപ്പം മധു പറഞ്ഞല്ലോ, ഇതിൽ ഈ കോൺഗ്രസിനകത്ത് ഇത്തരം കുറേ പ്രശ്നങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ട് സംഭവിച്ചു. ആ ഉണ്ടായതിൻ്റെ ഒക്കെ ഉള്ള ഒരു ഫലം നമ്മൾ ദേശീയ തലത്തിൽ നോക്കേണ്ട, ഇവിടെ കേരളത്തിൽ മാത്രം നോക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ നേമം മണ്ഡലം എന്നൊരു മണ്ഡലം BJPയുടെ അക്കൗണ്ടിൽ വന്നത് എങ്ങനെയാണ്? പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ ചെങ്ങന്നൂർ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നില്ല അടുത്ത കാലം വരെ. അവിടെ BJPക്ക് ആകെ ഉണ്ടായിരുന്നത് 6000 വോട്ട്. കഴിഞ്ഞ തവണയല്ല, അതിന് മുമ്പത്തെ തവണ അവിടെ നിന്ന് 42,000 വോട്ടായിട്ട് മാറിയതും ഇപ്പോഴും BDJS ഒരു പ്രശ്നവുമില്ലാതെ മോദിയുടെ പ്രഭാവം മുഴുവൻ തകർന്നൊരവസ്ഥയിൽ പോലും 35,000 വോട്ട് അവർക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇതാണ് പ്രശ്നം. നിങ്ങളിത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് തീർക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല. നേതൃതലത്തിൽ അത് അങ്ങനെ നടക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. നിങ്ങളിവിടെ രാഷ്ട്രീയകാര്യ സമിതി ചേരണം എന്നൊരു താല്പര്യം പൊതുജനത്തിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ സൂതൻ വക്കീൽ പറഞ്ഞു, ഇത് രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, ദേശീയ പ്രസിഡന്റ് ഇത് അംഗീകരിച്ചാൽ തീർന്നു. രാഹുൽ ഗാന്ധി അംഗീകരിച്ചാൽ പിന്നീട് എന്തിനാണ് ഇവിടെയുള്ള ആളുകൾ ചർച്ച നടത്തിയത്? എന്തിനാണ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി മറ്റൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചാലല്ലോ, വേറൊരു കാര്യത്തിന് വേണ്ടി രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു. അപ്പോഴവിടെ വെച്ച് ഞങ്ങളിങ്ങനെ കുറച്ച് കാര്യം ചർച്ച ചെയ്തു എന്നാണെങ്കിൽ ഞങ്ങളത് വിശ്വസിക്കാം. ഇത് വിളിച്ചത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണല്ലോ. എന്തിനാണ് ഒരു റിസൾട്ടും ഉണ്ടാക്കാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലാത്ത രാഷ്ട്രീയകാര്യ സമിതി എന്തിനു വിളിച്ചു ചേർത്തു? ഒരു കാര്യമില്ലാതെ നിങ്ങൾ വിളിച്ചു ചേർക്കണ്ടല്ലോ. അപ്പോഴല്ലേ ഈ ചർച്ചയൊക്കെ വരുന്നത്. ഇത് വിളിച്ചു ചേർക്കുന്നു, എന്നിട്ട് കുറേ പേർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു. ആ നേതാക്കന്മാരൊക്കെ കുറച്ച് പറഞ്ഞിട്ട് അവസാനം നാവ് വേദനിച്ചിട്ട് നിർത്തും അവർ. അങ്ങനെ കടഞ്ഞ് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തീർന്നു വിചാരിക്കും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ചർച്ചയിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ചർച്ചയിൽ വന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാവരും ഓർക്കുന്നതല്ലാണ്. കോൺഗ്രസ് അത്ര വലിയ പാർട്ടിയാണ്, UDFൻ്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണെന്ന് അവർ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. എന്താ കാരണം? അവർ പറയുന്ന കണക്കാണ്. കോൺഗ്രസിന് 22 ഞങ്ങളും ലീഗും കൂടി ചേർന്ന് അവരൊറ്റപ്പാതാണ്, ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ 24 ഉണ്ടെന്ന് പറയുന്നു. ഇത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കുണ്ടെന്ന് പറയുമ്പോൾ അവിടെ തന്നെയുണ്ട് കോൺഗ്രസ് ഇത് എക്കാലം അത്രയും മുന്നണിയുടെ നായകനായിട്ട് എപ്പോഴും അംഗീകരിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുന്നണിയിലേക്ക് വന്ന ഒരു നേതാവ് പറയുന്നു ഇത് ഞങ്ങൾ അതിനേക്കാൾ വലുതാണെന്ന് പറയുന്നു. 6 സീറ്റ് മാത്രമുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിനുണ്ടായ പതനം അത് അങ്ങനെ ആവട്ടെ, അതിലൊരു കുഴപ്പവുമില്ലാന്ന് സൂതൻ വക്കീലും പഴകുളം അതുമൊക്കെ പറയുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ സംഭവിക്കുന്നൊരു കാര്യം നിങ്ങൾ നോക്ക്, ഇത്രയും കാലമായിട്ട് 3% മുതൽ ഏതാണ്ട് 9% വരെ അപൂർവമായിട്ട് മാത്രം 10% വന്നിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു BJP. ഇവിടെ ഉണ്ടായ കാലം മുതൽ അവർക്ക് അത്രയും സീറ്റ് കിട്ടിയിരുന്നുള്ളൂ. പലപ്പോഴും വോട്ട് വിൽപ്പനയായിരുന്നു പരിപാടി. പല ആൾ കോൺഗ്രസിനുൾപ്പെടെ വിട്ടിട്ടുണ്ടല്ലോ, നമുക്കറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ ഉണ്ടായിരുന്ന BJPക്ക് എങ്ങനെ നേമം മണ്ഡലത്തിലൊരു MLA ഏറ്റവും പ്രസക്തമായ ചോദ്യം അത് തന്നെയാണ്. അത് സജീവനോ അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ആളുകളോ മാത്രം ഉന്നയിക്കുന്ന കാര്യമല്ല. ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരാളായ VM സുധീരൻ തന്നെയും ഈ തീരുമാനം BJPക്ക് ഗുണം ചെയ്യും, BJPയുടെ വളർച്ചയ്ക്കും കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്കും കാരണമാകും എന്ന് പറഞ്ഞ തീരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യാനാണ് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത്. അത് ഗൗരവത്തോടെ കാണേണ്ടതല്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയായിരിക്കും? ഇവിടെ ഇതേ തീരുമാനം തന്നെ എടുക്കാമായിരുന്നു പാർട്ടിക്ക്. പക്ഷേ അത് ഇതുപോലുള്ള സമിതികളിൽ ആലോചിച്ച് അവരാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ
എം മാണി ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ഔദ്യോഗികമായിട്ടുള്ള ആവശ്യം അതിൻ്റെ ഗൗരവത്തിൽ ഉയർത്തിയിരുന്നെങ്കിൽ, ആവശ്യമായ തലങ്ങളിൽ ചർച്ച ചെയ്തതിനു ശേഷം ഈ തീരുമാനമെടുത്താൽ കുറെ കൂടെ മെച്ചമായേനെ എന്ന് ആ യോഗത്തിനകത്ത് നേതാക്കൾ വിമർശിച്ചു എന്നാണ് പറയുന്നത്. അല്ലാതെ ഇത് 3 നേതാക്കൾ ചേർന്ന് തോന്നിയപടി അങ്ങോട്ട് ഒരു തീരുമാനമെടുത്തത് ഈ പാർട്ടിക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കിയത് എന്ന് ഗൗരവത്തോടെ കണ്ട് പറയുന്ന ഒരു രാഷ്ട്രീയകാര്യ സമിതി അങ്ങനെയൊക്കെ നടക്കുമെന്ന് നിസ്സാരീകരിച്ച് കാണുന്നത് ശരിയായ കാര്യമാണോ? ഗുണമാണോ ചെയ്യുക? ശ്രീ സുഗതൻ, താങ്കൾ കേട്ടോ? ചോദിച്ചത് എന്നോടാണ് ചോദിച്ചത്. യെസ് കേട്ടു. അല്ല, ഈ സജീവൻ ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ പരാജയവും BJPയുടെ വിജയവും ഒക്കെ ആഘോഷിക്കുന്നത് കണ്ടു. ദുഃഖം തോന്നി അത് കാണുമ്പോൾ. സത്യത്തിൽ കാണുമ്പോൾ ദുഃഖമാണ് തോന്നിയത്. BJP ഒന്നും ഉള്ള കാലം ഒന്നും ഇരിക്കാൻ പോകുന്നില്ല. പിന്നെ ഗാന്ധിജിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് ഒരു പരിഹാസം എനിക്ക് മനസ്സിലായി. ഗാന്ധിയുടെ കാര്യം എടുത്തു പറയാൻ കാര്യം, ഈ പാർട്ടിയിൽ ഗാന്ധിയുടെ കാലം മുതൽ ഈ തർക്കങ്ങളുണ്ടായപ്പോൾ അവസാനം ഗാന്ധിജിയുടെ അഭിപ്രായമാണ് പാർട്ടി അംഗീകരിച്ചിരുന്നത്. അതൊക്കെ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതേക്കുറിച്ചല്ല. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിൽ ഇതൊരു പുതിയ കാര്യമല്ല തീർച്ചയായിട്ടും. പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ കൂടുതൽ സ്വാധീനമുള്ള, അല്ലെങ്കിൽ മീഡിയയുടെ കാലം വിഷ്വൽ മീഡിയയുടെ കാലമായതുകൊണ്ട് വ്യാപകമായ പ്രചരണം വന്നു. അങ്ങനെ വന്നു മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി നേരത്തെ തീരുമാനിച്ചതാണ്. ഇതിനു വേണ്ടിയല്ല, ഒരാഴ്ച മുമ്പ് തീരുമാനിച്ച യോഗമാണത്. പക്ഷേ ഇതിനിടയിൽ ഈ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ ചർച്ച ചെയ്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയകാര്യ സമിതി വളരെ നേരത്തെ തീരുമാനിച്ചതാണ്. ഇതിനുവേണ്ടി തീരുമാനിച്ചതല്ല. ഈ പറയുന്ന വലിയ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മഹാത്മാഗാന്ധി എന്ന ഒറ്റ വ്യക്തി അദ്ദേഹത്തിന്റെ തീരുമാനം പറയുകയും അത് അംഗീകരിക്കുകയും ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ ആ നിലക്ക് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, MM ഹസൻ എന്നിവർ 3 പേർ മാത്രം ചേർന്ന് തീരുമാനമെടുക്കുന്നതിനെ ഈ പറയുന്ന ഗാന്ധിയുടെ തീരുമാനവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകുമോ? അതുകൊണ്ടായിരിക്കില്ലേ സ്വാഭാവികമായിട്ടും രൂക്ഷമായ വിമർശനം വന്നിട്ടുണ്ടാവുക. ഇതിപ്പോൾ നിങ്ങളുടെ തന്നിഷ്ടത്തിന് നടത്തേണ്ടുന്ന കാര്യമല്ല എന്ന് ശരിയായിട്ട് വലിയ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയകാര്യ സമിതിക്കകത്ത് വിമർശനം വന്നത് അതുകൊണ്ടായിരിക്കുകയില്ലേ? അതിനെ ഈ പറയുന്ന പോലെ ഒക്കെ ന്യായീകരിച്ചാൽ പ്രവർത്തകർ ആ നിലക്ക് കേൾക്കുമോ? അത് ഞാൻ ഗാന്ധിക്ക് അത്രയേറെ സ്വാധീനമുണ്ടായിരുന്നു, തീരുമാനിക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ ലീഡർ കരുണാകരൻ ചെയ്യുമായിരുന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 94-ൽ 2 ഒഴിവുകൾ രാജ്യസഭയിൽ വന്നു. ലീഡർ തീരുമാനിച്ചു ഒരെണ്ണം ലീഗിന് കൊടുക്കാൻ. അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ 3 നേതാക്കന്മാരെ ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇവിടുത്തെ കാര്യങ്ങൾ അവർ തീരുമാനിക്കണം. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ്, അവർ 3 തീരുമാനിക്കണമെന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചനുസരിച്ചാണ് അവർ ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള തീരുമാനമാണത് ഈ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അടിയന്തരമായി ഡൽഹിയിൽ വെച്ച് തന്നെ ചർച്ചകളിൽ മാറ്റം വന്നപ്പോൾ പെട്ടെന്ന് തീരുമാനം ഉണ്ടാകേണ്ടി വന്നു. അത് ഹൈക്കമാൻഡിൻ്റെ അംഗീകാരം മേടിച്ചു. അങ്ങനെ നടപ്പാക്കിയ ഒരു കാര്യമാണിത്. പിന്നെ വിമർശനം വന്നതുകൊണ്ട് മറുപടി വന്നു. അപ്പോൾ നേരത്തെ ചാനലിലെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ മാപ്പ് പറഞ്ഞു അല്ലെങ്കിൽ ഏറ്റു പറഞ്ഞു എന്നൊക്കെ ഞാൻ അഭിപ്രായപ്പെട്ടത്. എനിക്ക് സത്യം അറിഞ്ഞുകൂടാ. ആ യോഗത്തിനുള്ളിൽ നേതാക്കന്മാരത് കുറ്റമേറ്റു പറഞ്ഞു എന്നൊക്കെ ചാനൽ വാർത്തകളും ആങ്കർ ചെയ്ത സനീഷും പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെ കണ്ടാൽ മതി. അത് ശരിയാണത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അടുത്ത ജയശങ്കർ, ഇവിടെ ഈ പറയുന്ന ഹൈക്കമാൻഡ്, അവിടെ അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ ആധികാരികത എന്താണ്? ഈ പറയുന്ന തീരുമാനത്തിലേക്ക് പോകാൻ ഉമ്മൻചാണ്ടിക്ക് എന്ത് അധികാരമാണുള്ളത് എന്ന ചോദ്യം അടക്കം ഉയർന്നു എന്നാണ് വരുന്ന വിവരങ്ങൾ. അവിടെ അദ്ദേഹത്തെ ഈ പറയുന്ന വഴിയിൽ വെച്ച ചെണ്ടയെ പോലെ അദ്ദേഹത്തെ തല്ലാൻ അനുവദിക്കുകയില്ല, കൊട്ടാൻ അനുവദിക്കുകയില്ല എന്ന ഒരു ഘട്ടത്തിൽ PC വിശ്വനാഥും ബെന്നി ബെഹനാനും എഴുന്നേറ്റു എന്ന് പറഞ്ഞു എന്നതൊഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം വിമർശിക്കപ്പെടുമ്പോൾ, അദ്ദേഹം വ്യക്തിപരമായിട്ട് വിമർശിക്കപ്പെട്ടപ്പോൾ അവർ എഴുന്നേറ്റു എന്ന് തടഞ്ഞു. ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹത്തിന് കൊമ്പുണ്ടോ എന്ന ചോദ്യമൊക്കെ PJ കുര്യൻ്റെ ഭാഗത്തുണ്ടായപ്പോൾ അദ്ദേഹത്തിന് കൊമ്പുണ്ട് എന്ന് തന്നെ പറഞ്ഞു. ഈ നാട് മുഴുവൻ നടന്ന് പാർട്ടിയെ വളർത്തിയ ആളാണ് അദ്ദേഹം എന്ന കാര്യം മറക്കരുത് എന്ന് PC വിശ്വനാഥും ബെന്നി ബെഹനാനും പറഞ്ഞു എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. അത് തിരിച്ചതേ മറ്റുള്ള ചോദ്യം, കരുണാകരൻ അങ്ങനെ തന്നെ പാർട്ടിയെ വളർത്തിയ ആളാണ്, അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ലേ ഈ പറയുന്ന സംഘം എന്ന ചോദ്യം PJ കുര്യൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നൊക്കെയാണ് കേൾക്കുന്നത്. ശരി, അതവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തീരുമാനമെടുക്കാനുള്ള ആധികാരികത ഉമ്മൻചാണ്ടിക്ക് എന്താണ്? അദ്ദേഹത്തിന് ഏത് നിലക്കാണ് ഈ സമിതിയല്ല ഈ 3 പേരിലെ സംഘത്തിൽ ചേർന്ന് വളരെ നിർണായകമായ ഒരു തീരുമാനമെടുക്കാൻ എന്ത് അധികാരമാണുള്ളത് എന്ന ചോദ്യം ഉയർന്നു എന്നാണ്. അതായത് മറ്റുള്ളവർ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ്, ഇദ്ദേഹത്തിന് എന്ത് അധികാരമാണെന്ന ചോദ്യം പോലും ഉയർന്നത്രേ. ആ നിലക്ക് രൂക്ഷമായ വിമർശനങ്ങൾ അതിനകത്ത് ഉയർന്നു എന്നതിനെ താങ്കൾ അവിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? അല്ല, ഉമ്മൻചാണ്ടിക്ക് കുഴപ്പമുണ്ടാകുമെന്നുള്ളത് ഇവിടുത്തെ നമ്മളെ സംബന്ധിച്ചുള്ള കുഴപ്പമുണ്ടോ, MM ഹസന് കുഴപ്പമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീരുമാനം എടുത്തു കഴിഞ്ഞു, തീരുമാനം നടപ്പായി കഴിഞ്ഞു. ഇനിയിപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ എന്തൊക്കെ വിമർശനം ഉണ്ടായാലും രാജ്യസഭാ സീറ്റ് മാണി ഗ്രൂപ്പ് കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ്. അതുപോലെ മാണി ഗ്രൂപ്പ് UDF-ൽ തിരിച്ചെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും, ഈ നടന്നുപോയ കാര്യങ്ങളൊന്നും തിരിച്ച് പഴയ അവസ്ഥയിലാക്കാൻ രാഷ്ട്രീയകാര്യ സമിതിക്ക് കഴിയുകയില്ല. കാരണം ഈ തീരുമാനം 3 പേർ ചേർന്ന് എടുത്താലും 4 പേർ ചേർന്ന് എടുത്താലും അത് AICC അംഗീകരിച്ചു. കേരളത്തിലെ UDF-ന്റെ തീരുമാനമായി മാറി, കോൺഗ്രസിന്റെ തീരുമാനമായി മാറി, UDF-ന്റെ തീരുമാനമായി മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ മാണി ഗ്രൂപ്പിനെ കൂടാതെ ഇവർക്ക് UDF കൂടാൻ കഴിയുകയില്ല. ജോസ് കെ മാണി ആയിരിക്കും രാജ്യസഭയിൽ ഇരിക്കുക. BJP ഏതൊക്കെ രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ ആധികാരികത ചോദ്യം ചെയ്താലും റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനി ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും നേതാവ് കോൺഗ്രസ് പാർട്ടി വിട്ടുപോകും നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. ഈ സീറ്റ് ആഗ്രഹിച്ച ആളുകൾ, ഷാനിമോൾ ഉസ്മാൻ ഇനി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPM-ൽ ചേരാം എന്ന് വിചാരിക്കുമോ? ഒരിക്കലുമില്ല. അവർ കോൺഗ്രസിൽ തന്നെ തുടരും. PJ കുര്യൻ ഈ 77-ാം കാലത്ത് അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJP-ൽ ചേരുമോ? അതും ഉണ്ടാവില്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തന്നെ തുടരും. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വ്യാപകമായ രീതിയിൽ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വലിയ ക്ഷതമുണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ കോൺഗ്രസ്സുകാർക്ക് വലിയ ക്ഷീണമുണ്ടായിട്ടുണ്ട്. മാണിക്ക് ഇങ്ങനെ യാതൊരു ചർച്ചയും കൂടാതെ, ഒരു ചിന്തയും കൂടാതെ ഇന്നലെ വരെ ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ആക്ഷേപിച്ചുകൊണ്ടുവരുന്ന, പരിഹസിച്ചുകൊണ്ടുവരുന്ന മാർക്സിസ്റ്റുകാരുമായിട്ട് കൂട്ടുകൂടാൻ പരമാവധി ശ്രമങ്ങൾ നടത്തിയ, അതിനു മുമ്പ് BJP-യുടെ കൂട്ടുകൂടാൻ ശ്രമിച്ച, കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായിട്ടെങ്കിലും കയറാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ച ജോസ് കെ മാണി ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ മൊത്തം ഇളിപ്പിലാക്കിക്കൊണ്ട് രാജ്യസഭാ സീറ്റ് കൊണ്ടുപോയിരിക്കുന്നു. ഇത് BJP-ക്ക് മാത്രമല്ല, CPM-നും ഗുണം ചെയ്യും. കുറെ കോൺഗ്രസ്സുകാർ മനം മടുത്ത് രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കും. കോൺഗ്രസ്സുകാരെന്ന് വെച്ചാൽ കോൺഗ്രസ് കതറിട്ട് നടക്കുന്ന ആൾക്കാരല്ല ഞാൻ ഉദ്ദേശിച്ചത്. കോൺഗ്രസിന് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ആളുകൾ, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. BJP-ക്കാർ ഇത് വളരെ ഫലപ്രദമായ രീതിയിൽ സാമുദായിക ധ്രുവീകരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണല്ലോ 5-ാം മന്ത്രിയെ കൊടുത്തപ്പോഴും ഉണ്ടായത്. ഇവിടെ കോൺഗ്രസിന്റെ 1-2 സുഹൃത്തുക്കൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇതൊന്നും പ്രശ്നമില്ല, മഹാത്മാഗാന്ധി പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു അങ്ങനെ ഉണ്ട്. അത് ജവഹർലാൽ നെഹ്റു പണ്ട് അച്ഛൻ ആനപ്പുറത്ത് കയറി വെച്ച് ഇപ്പൊ തഴമ്പുണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പൊ തഴമ്പുണ്ട്. അതിപ്പോ നമ്മൾ അരുവിക്കരയിൽ കണ്ടതാണ്, നെയ്യാറ്റിൻകരയിൽ കണ്ടതാണ്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, ഇക്കഴിഞ്ഞ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരെ കണ്ടതാണ്. എന്താണ്? CPM-ന്റെ ശക്തി ഒരു ഭാഗത്ത് വർദ്ധിക്കുന്നു, മറുഭാഗത്ത് കോൺഗ്രസ് ദുർബലമാകുന്നു. അതേസമയത്ത് തന്നെ BJP അവഗണിക്കപ്പെടാൻ പറ്റാത്ത ഒരു ശക്തിയായി വളർന്നിരിക്കുന്നു. ഇത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്നു. ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? ക്രിസ്ത്യാനികളായ 2 നേതാക്കന്മാർ, ഒരു ഉമ്മൻചാണ്ടി, ഒരു KM മാണി, പിന്നെ ഒരു മുസ്ലിം നേതാവ് കുഞ്ഞാലിക്കുട്ടി, ഇവർ 3 പേര് ചേർന്ന് UDF സംവിധാനത്തെ ഹൈജാക്കിയിരിക്കുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇവിടെ അപ്രസക്തമായിരിക്കുന്നു. കോൺഗ്രസ് പറഞ്ഞ ഈ 2 സമുദായ ശക്തികളുടെ പിടിയിലാണ് എന്ന വ്യാഖ്യാനം വളരെ ഫലപ്രദമായി. അതിൽ VM സുധീരൻ പറഞ്ഞു. അല്ല, VM സുധീരൻ കോൺഗ്രസ് പാർട്ടി തകർന്നു കാണുന്നത് ആഗ്രഹിക്കുന്ന ആളാണോ? നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ സുധീരൻ പറയാത്തൊരു വശം കൂടിയുണ്ട്. അത് സാധാരണക്കാരായ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വലിയ മടുപ്പുണ്ടാക്കിയിട്ടുണ്ട്, അവമതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് CPM-ന് ഒരു വലിയ പരിധിവരെ ഗുണം ചെയ്യും. എന്റെ പരിചയക്കാരനായ ഒരാൾ, ഒരു ആത്മാർത്ഥ കോൺഗ്രസ്സുകാരൻ, അത് ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, കോട്ടയം ജില്ലക്കാരനാണ്, എത്രയോ കൊല്ലമായിട്ട് ഇറ്റലിയിലാണ്. അദ്ദേഹം നാട്ടിൽ വരുമ്പോഴൊക്കെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്, കോൺഗ്രസിന് പണം കൊടുത്ത് സഹായിക്കുന്ന ആളാണ്. അദ്ദേഹം എനിക്ക് ഇന്നലെ രാത്രി ഒരു വോയിസ് മെസ്സേജ് അയച്ചു, ഞാൻ CPM-ൽ ചേരുകയാണ്, ഈ നാറിക പാർട്ടിയുമായിട്ട് ഇത് സഹകരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എനിക്ക് സത്യത്തിൽ വിഷമം തോന്നി. ഞാൻ അദ്ദേഹത്തോട് CPI-ൽ ചേരാൻ പറഞ്ഞാലോ എന്ന് ആദ്യം ആലോചിച്ചു, പിന്നെ വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം CPM-ൽ തന്നെ ചേരട്ടെ എന്ന് വിചാരിച്ചു. ഈ രീതിയിലുള്ള ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്. ഇത് കോൺഗ്രസിൽ അല്ല, കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് മാത്രമല്ല പോവുക, മനം മടുത്ത് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇനി കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് തീരുമാനിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നെയ്യാറ്റിൻകരയുടെ അല്ലെങ്കിൽ അരുവിക്കരയുടെ, ചെങ്ങന്നൂരിന്റെ ആവർത്തനം ഇനി പല തെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കും. ഞാൻ തിരിച്ചുവരാം ശ്രീ ജയശങ്കർ താങ്കളിലേക്ക്. ഒന്ന് ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് ശ്രീ പഴകുളം മധു, അതല്ല അതിന്റെ ഏറ്റവും ഗൗരവതരമായ കാര്യം. അത് VM സുധീരനെ പോലുള്ള നേതാക്കൾ ഈ പറയുന്ന തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ എത്തിച്ചേരാമായിരുന്നു. പക്ഷെ അതുണ്ടാക്കിയ ഈ മനംമടുപ്പ്, ആത്മവീര്യക്കുറവ് വലിയ തോതിൽ കോൺഗ്രസിനെ മോശമായിട്ട് ബാധിക്കുകയില്ല. ഈ രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം നാളെ ചേരാൻ പോകുന്ന സമിതികൾക്ക് ശേഷമെങ്കിലും ഇതിനെ ഗൗരവത്തോടെ കണ്ട് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്, കേരളത്തിന് മുന്നിലുള്ളത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും MM ഹസനും ഈ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനമാണ്. ആ വിശദീകരണത്തിന് പകരം എന്തുകൊണ്ട് വീഴ്ച പറ്റി എന്ന കാര്യം സമ്മതിക്കുന്ന ഒരു നിലപാടെടുത്താലല്ലേ ഈ പറയുന്ന പോയ ആത്മവീര്യം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ, അണികൾ, അവർക്കുണ്ടായിട്ടുള്ള ഇച്ഛാഭംഗം, അവർക്കുണ്ടായിട്ടുള്ള വിഷമം, അതിന് അടിസ്ഥാന കാരണം എന്ന് വെച്ചാൽ ഇതിന് ചില നേതാക്കന്മാർ തന്നെ പരസ്യമായി രംഗത്ത് വന്ന്
ഈ തെറ്റായ ഒരു തീരുമാനമാണെന്ന് പറയുകയും അത് ഏറ്റുപിടിക്കാൻ കോൺഗ്രസിൽ അണികളെന്ന് പറയുന്നത് വികാരപരമായി ചിന്തിക്കുന്നവരാണ് കൂടുതലും. CPM-നെ പോലെ എന്ത് വൃത്തികേട് കാണിച്ചാലും അതിനെ അംഗീകരിക്കുന്നവരല്ല. ഒരാളെ കൊന്നു തിരിച്ചു വരൂ, പാർട്ടി സെക്രട്ടറി പറയുന്ന പോലെ തന്നെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയും പറയും, എല്ലാ അനുഭാവികളും പറയും. അവർക്കതിനൊന്നും യാതൊരു മനസാക്ഷി കുറ്റമില്ല. അവർ ഒരാളെ കൊന്നാലും ഒരു കൊള്ള നടത്തിയാലും എന്ത് വൃത്തികേട് കാണിച്ചാലും അതിനെ അംഗീകരിക്കുന്ന ശൈലിയാണ് CPM-നുള്ളത്. BJP-യും അതുപോലെ തന്നെയാണ്. കോൺഗ്രസ് അങ്ങനെയല്ല. ശ്രീ ജയശങ്കരെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ, അദ്ദേഹം തന്നെ ഇതേപോലെയുള്ള വാക്കുകളും ഉപയോഗങ്ങളും എത്രയോ ചർച്ചകളിൽ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് നല്ല സരസ്വതി കടാക്ഷമുള്ള ഒരാളാണ്. അതുകൊണ്ട് വിമർശനങ്ങൾ ഇങ്ങനെ വാതോരാതെ വരും. കോൺഗ്രസ്സിന് ഇതൊന്നും ഗുണമല്ല, അല്ലെങ്കിൽ എല്ലാം ഗുണമാണ്, കോൺഗ്രസിന് എല്ലാം അതിൻ്റെ ശൈലിയാണ്, ഇങ്ങനെ പോകും എന്നൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നുള്ള വിശദീകരണമാണ് ഇന്ന് രാഷ്ട്രീയ സമിതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള മുറിവ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഉണങ്ങും. അത് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. അത് ഞങ്ങൾക്ക് ആ ഒരു മെക്കാനിസം ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ളൊരു ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രവർത്തന രീതി. ഒരു പക്ഷേ നിങ്ങളെല്ലാം വൈകില്ലോ എന്ന് പറയാം. ഉണ്ടാകുമെന്ന് കരുതി ആദ്യം തന്നെ ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ മുറിവുണ്ടാക്കുക, പിന്നീട് ഉണങ്ങിക്കോളുമല്ലോ എന്ന് കരുതുക, പിന്നീട് അതിനെ ഗൗരവത്തോടെ അല്ലാതെ കാണുക. എല്ലാ കാലവും പ്രവർത്തകർ അതൊക്കെ സഹിച്ചങ്ങ് നിൽക്കുമെന്ന് എങ്ങനെയാണ് നിങ്ങൾ കരുതുന്നത്? ഇല്ല, പാർട്ടി പ്രവർത്തകർ CPM-ലും BJP-യും ഇല്ലാത്തൊരു സ്വാതന്ത്ര്യം ഞങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകർ അനുഭവിക്കാറുണ്ട്. ഞങ്ങൾ പട്ടാള ചിട്ടയിലുള്ളൊരു പാർട്ടിയല്ല. ഞങ്ങൾ CPM-നെ പോലെ എന്തും ഒരാളെ കൊല്ലണമെങ്കിൽ പാർട്ടിക്ക് CPM-ന് കമ്മിറ്റി കൂടി തീരുമാനിക്കാം. ഞങ്ങളുടെ പാർട്ടിയിൽ പറ്റില്ല. കൊല്ലണമെന്ന് ആഗ്രഹിച്ചാൽ പുറത്തു പോകും. അങ്ങനെയുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടിൻ്റെയും പാർട്ടി പ്രവർത്തന ശൈലി വ്യത്യാസമുണ്ട്. ഇപ്പം ജയശങ്കർ പറഞ്ഞു, ഏതോ ഇറ്റലിയിലുള്ള ഒരു പാർട്ടി അനുഭാവിയുടെ മനസ്സ് തൊന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞ പല ആൾക്കാരും കാണും. പക്ഷേ അവർ തന്നെ ആ നിർമ്മലമായ വികാരമൊക്കെ മാറി അവർ വീണ്ടും കോൺഗ്രസ് ശക്തിപ്പെടുത്തുന്ന, കോൺഗ്രസ് പാർട്ടിയുടെ ശക്തിയും ബലവുമാകുന്ന വിധത്തിൽ അവർ മാറും. അത് കോൺഗ്രസ്സിന് ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു രീതിയുണ്ട്. ഒരു വിഷമമുണ്ടായി പൊട്ടിത്തെറിക്കുന്നവർ പിന്നീട് ഒരുമിച്ച് ചേർന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതാണ് ആ രീതി. അത് കേരളത്തിലെ കോൺഗ്രസ് ശൈലിയാണ്. ഇതിനേക്കാൾ വലിയ അപകടത്തെ താണ്ടിക്കടന്നാണ് ഈ പാർട്ടി എന്ന്, അങ്ങനെയല്ലേ? അല്ല, ഞാൻ അങ്ങനെയുള്ളൊരു താങ്കൾ പരിഹസിക്കുന്ന പോലൊരു വാക്കല്ല പറഞ്ഞത്. താങ്കൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലി പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് പ്രവർത്തകർക്കും അനുഭാവികൾക്കും വില കൊടുക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകൻ, ഏതെങ്കിലും ഒരു മാധ്യമം ഞങ്ങളെ വിമർശിച്ചാൽ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യും, ഞങ്ങളുടെ നേതാക്കന്മാർ ഗൗരവമായി എടുക്കും. അപ്പോൾ ഇതുപോലെയാണ് പാർട്ടി പ്രവർത്തകർക്കുണ്ടാകുന്ന വികാരങ്ങളും ഗൗരവത്തോടെ എടുക്കുകയും ചർച്ച ചെയ്യുകയും അതിന് പരിഹാരമുണ്ടാക്കാനുള്ള കറക്റ്റീവ് മെഷേഴ്സ് പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും. അതാണ് ഞാൻ തിരിച്ചു വരാം ശ്രീ പഴകുളം മധു താങ്കളിലേക്ക്. ഒപ്പം മറ്റതിഥികളിലേക്കും വളരെ പെട്ടെന്ന് ശ്രീ എ സജീവൻ, ഇവിടെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള പാഠങ്ങൾ കോൺഗ്രസ് പഠിച്ചിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആ പാഠങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാകും നേതാക്കൾ എന്തൊക്കെ ചെയ്യണം ചെയ്യാതിരിക്കണമെന്ന്. പക്ഷേ അത് പുറത്തു പറയേണ്ടതില്ല എന്ന നിലപാടിലേക്കായിരിക്കും സ്വാഭാവികമായും എത്തുക. രാഷ്ട്രീയകാര്യ സമിതിക്കകത്ത് ഹസനും രമേശ് ചെന്നിത്തലയും ഒരല്പം പതിഞ്ഞു നിന്നു എന്നത് വസ്തുതയാണ്. പക്ഷേ പുറത്ത് ഈ എടുത്ത നിലപാട് ഏതെങ്കിലും തരത്തിൽ തിരുത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായം കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ല. സാധാരണ പ്രവർത്തകർ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ മറന്ന് തങ്ങൾക്കൊപ്പം പിന്നീട് വന്നുകൊള്ളും എന്ന ആത്മവിശ്വാസമാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത്. എങ്ങനെ കാണണം അതിനെ? അല്ല, എടുത്ത തീരുമാനം തിരുത്തേണ്ടതില്ല എന്നുള്ളവരുടെ നിലപാട് നല്ലതാണ്. കാരണം ഇനി തിരുത്തി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോവുക. രണ്ട് ഘടകകക്ഷികളെ പിണക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ മണ്ടത്തരമായി മാറും, അതിൽ സംശയമില്ല. മറ്റൊരു കാര്യമുള്ളത്, ഇത് കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ പ്രവർത്തകരെല്ലാം ഞങ്ങൾ പറഞ്ഞ ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്തതിന് ശേഷം പ്രവർത്തകർ മുഴുവൻ കുറച്ച് കഴിയുമ്പോഴേക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ഒപ്പം നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. അത് ഏത് രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലും അത് അബദ്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ കോൺഗ്രസിനെ മാറ്റിയിരുത്തിക്കൊണ്ട് CPM-ൻ്റെ കാര്യം പറയാം. CPM കേഡർ പാർട്ടിയാണ്, വളരെ ശക്തമായിട്ടുള്ള പാർട്ടിയാണ്. ബംഗാളിൽ 3.5 പതിറ്റാണ്ട് കാലം അവരടക്കി ഭരിച്ചതാണല്ലോ മൊത്തമായിട്ട്. മറ്റൊരു പാർട്ടിക്കും ഒരു മുന്നണിയായിട്ടൊരു അവിടെ ഭരണമുണ്ടെങ്കിൽ പോലും CPM-ൻ്റെ കയ്യിൽ മാത്രമായിരുന്നു ആ സംസ്ഥാനം. പിന്നീട് എന്തുണ്ടായി? ഇപ്പോൾ 2ാം സ്ഥാനത്തില്ല, 3ാം സ്ഥാനത്തില്ല. പല സ്ഥലങ്ങളിലും അടി കൊണ്ട് ഓടുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല ആളുകളെയും കൂട്ടുപിടിക്കുകയാണ്. ആ ഒരവസ്ഥയിലേക്ക് പോകുന്നതിന് കാരണം എന്താണെന്നുള്ളത് ആണ് നോക്കേണ്ടത്. വളരെ ശക്തനായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെയാണ് പിന്നീട് ഈ CPM-ന് ഈ ഗതികേട് ഉണ്ടായിട്ട്. അപ്പം പണികളെല്ലാം ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ ചെയ്യുന്നതും ഒക്കെ അത് തെറ്റായാലും ശരിയായാലും അത് വിഴുങ്ങിക്കൊള്ളുമെന്നുള്ള ധാരണ ഉണ്ടാവും. തെറ്റാക്കുമ്പോൾ വേറൊരു കാര്യം,
ഇനി ഇത് മാറ്റിയിട്ട് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമല്ലേ ആയിരുന്നില്ലേ യു പിയിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ശക്തമായ മണ്ഡലമുള്ള സ്ഥലം. ആ യു പി ഭരിക്കുന്ന ആളാണ്, പാർട്ടിയാണ് രാജ്യം ഭരിക്കുക എന്നാണല്ലോ പറയുക. ആ യു പിയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ്? ഈ ബി ജെ പിയുടെ വലിയ പ്രശ്നമുണ്ടായിരിക്കെ പോലും കോൺഗ്രസിനെ കൂട്ടുപിടിക്കാനല്ല SP പോലുള്ള പാർട്ടി ശ്രമിക്കുന്നത്. അവർ BSPയുമായി കൂട്ടുകൂടാനാണ്. കോൺഗ്രസ് കൂടി ഞങ്ങളെ കൂടെ വരട്ടെ എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത് വില കൊടുത്തും ഞങ്ങൾ BSPയുമായിട്ടുള്ള സഖ്യത്തിന് തയ്യാറാണ്. കാരണം ഈ ഒരു വില കൊടുക്കൽ അതിവിടെ അനിവാര്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയും. BSPയുമായിട്ട് എന്നല്ലാതെ കോൺഗ്രസുമായിട്ട് എന്ന് പറയാൻ ചിന്തിക്കുന്നില്ല അവർ. കാരണം കോൺഗ്രസ്സിന് ഏറ്റവും അടിത്തറയുണ്ടായ സ്ഥലത്ത് ആണ് ഈ ഒരു സംഭവം ഉണ്ട്. ഈ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ ഓരോന്നും എടുത്തു നോക്കൂ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വളരെ രസകരമായിട്ട് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നുള്ളൊരു വിശേഷണം എങ്ങനെയോ ആരോ പറഞ്ഞു വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് മാറ്റിക്കളയാം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് നമ്മൾ ധരിക്കരുത്. ധരിച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾ സൂതം വക്കീലും മധുവൊക്കെ അങ്ങനെ ധരിച്ചു വെച്ചോ, അല്ലെങ്കിൽ മൊത്തം കോൺഗ്രസ്സുകാരങ്ങനെ ധരിച്ചു വെച്ചുകൊണ്ട് എനിക്ക് നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഉണ്ടാവുന്നൊരു കാര്യം യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം ഈ നിയമം ഉണ്ടായതുപോലെ, നിയമം അത്ഭുതകരമായിട്ടുണ്ടായതല്ലോ. ഒരു കാലത്ത് നിയമത്ത് 6% വോട്ടായിരുന്നു BJPക്ക് ഒരു കാലം എന്ന് പറഞ്ഞാൽ പഴയ കാലമൊന്നുമല്ല. അങ്ങനെ ഉണ്ടായിരുന്ന BJP ഇപ്പോൾ നിയമം അവർ കൈയടക്കി. മറ്റ് പല മണ്ഡലങ്ങളും കഴക്കൂട്ടം വളരെ മോശമല്ലാത്ത അവസ്ഥയിൽ, കാസർഗോഡ്, മഞ്ചേശ്വരം, പാലക്കാട്, ചെങ്ങന്നൂർ പോലും 42,000 വോട്ടിൽ വരെ. പക്ഷേ ഇവിടെ ഇതുകൊണ്ട് BJP നേട്ടമുണ്ടാക്കുമെന്ന് കരുതുക. ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയും മറ്റുമൊക്കെ മുൻനിന്ന് കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും KM മാണിയും ചേർന്ന് കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുന്നു എന്ന തോന്നലുണ്ടാവുകയും അത് ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയം പറയുന്ന BJPക്ക് നേട്ടമുണ്ടാക്കുമെന്നൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയാകുമോ? ഇതിപ്പോൾ ഇത്തരത്തിലുള്ള എത്രയെത്ര പ്രശ്നങ്ങളിലൂടെയും എത്രയെത്ര പരസ്പരം തമ്മിൽ തല്ലിലൂടെയും വിമർശനങ്ങളിലൂടെയുമാണ് കോൺഗ്രസ് വന്നത് എന്ന കാര്യം കാണേണ്ടതല്ല. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിക്ക് മുമ്പാകെ രമേശ് ചെന്നിത്തലയും അദ്ദേഹവും ഒരൽപ്പം അങ്ങ് പതിഞ്ഞു നിന്നു. അവിടെ പറയേണ്ട ആളുകൾ പറയേണ്ട വാക്കുകളെല്ലാം പറഞ്ഞു. ഇത് ഈ രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ല എന്ന് പോലും അവിടെ വിമർശിച്ചതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ. ആ തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തുന്നു, പരസ്പരം പറയേണ്ടതെല്ലാം പറഞ്ഞു തീർക്കുന്നു. അത് നാട്ടുകാർക്കും എന്ന് വെച്ചാൽ പാർട്ടി പ്രവർത്തകർക്കും ബോധ്യപ്പെടുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവുക എന്നത് കോൺഗ്രസിന്റെ രക്തത്തിലുള്ള കാര്യമല്ലേ? അത് പൂർണ്ണമായിട്ട് BJPക്ക് അനുകൂലമായിട്ട് വരുമെന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്നതായിരിക്കുകയില്ലേ? VM സുധീരൻ അപ്പോഴത്തെ ആവേശത്തിലും രോഷത്തിലും പറഞ്ഞതായിരിക്കണമെന്നില്ലേ? എന്ന് മാത്രമല്ല, ഈ യോഗത്തിനകത്ത് VM സുധീരൻ വലിയ തോതിലുള്ള വാക്കുകൾ ഉപയോഗിച്ചതായിട്ടൊന്നും കാണുന്നുമില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കുക. ഞാൻ പറയുന്നത് BJP നേട്ടം ഉണ്ടാക്കണം എന്നുള്ള താല്പര്യത്തിലല്ലല്ലോ. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാലത്ത് അടുത്ത കാലം വരെ ഈ UDFും LDFും എന്ന് പറയുന്നത് 2 അച്ചുതണ്ടിലാണ് കേരള രാഷ്ട്രീയം പോയിരുന്നത്. BJPക്ക് ഇത് ദേശീയ തലത്തിൽ എന്തെല്ലാം തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാജ്പേയി 2 തവണ പ്രധാനമന്ത്രിയായാലൊക്കെ അത് കേരളമാണിത് എന്നാണ് നമ്മൾ പറയാറുള്ളത്. വളരെ അഭിമാനത്തോട് കൂടിയിട്ട് എല്ലാവരും പറയാറ്. LDFകാരനും പറയും, UDFകാരനും പറയും ഇത് കേരളമാണ്, BJPയുടെ ഫാസിസ്റ്റ് നടപടികളിലൂടെ നടക്കില്ല എന്ന് പറയും. പക്ഷേ കുറച്ചു കാലമായിട്ട് തിരിച്ചു പോകുന്നു. എന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് BJP നേട്ടമുണ്ടാക്കുന്നതിൻ്റെ ഒരു BJPക്ക് നേട്ടമുണ്ടാക്കാൻ അവസരം കിട്ടുന്നത് വേറെ എവിടെ നിന്നാണ്? ലീഗിൻ്റെ വോട്ടുകൾ പോകുന്നില്ല, കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ പോകുന്നുണ്ടെങ്കിൽ അത് CPMൻ്റെയോ അല്ലെങ്കിൽ CPIയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ഒക്കെ വോട്ടാണ്. പ്രത്യേകിച്ച് പോകുന്ന കോൺഗ്രസ് വോട്ടുകളാണ്. CPM അത് ആ ഭയം കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് അവരത് ആ പാർട്ടിയെ കുറേ കൂടി ശക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അണികൾ കൊഴിഞ്ഞു ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. തിരിച്ചു പോയ ആളുകളെപ്പോലും പോയിപ്പോയ ആളുകളെപ്പോലും തിരിച്ചു പിടിക്കാൻ, അതായത് വടകരയിലും ഒഞ്ചിയത്തൊക്കെയുള്ള ആളുകൾ സഖാക്കളെ കോടിയേരി വന്ന് തിരിച്ചു വിളിച്ചില്ലേ, ആ അവസ്ഥയിലേക്ക് അവർ പോകുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കറിയാം കാലിനടിയുള്ള മണ്ണ് പഴയ പോലെ ഒലിച്ചു പോയാൽ വീണ്ടും ഒലിച്ചു വന്നുകൊള്ളും എന്നുള്ള ഒരവസ്ഥയൊന്നുമില്ല. ഇപ്പോൾ പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഞാൻ BJPയെ കാണുന്ന ആ രീതിയിലാണ്. പഴയ പോലെയുള്ള 2 അച്ചുതണ്ടിന് പകരം ജയശങ്കർ, അവിടെ ഈ തരത്തിലുള്ള ഒരു ഗൗരവം കോൺഗ്രസ് കാണുന്നില്ല എന്ന് വിചാരിക്കുക സാധ്യമാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയകാര്യ സമിതിക്കകത്ത് വലിയ വിമർശനങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്ന പോലുമില്ല. അത്രയ്ക്ക് ഗൗരവമേ അതിനുള്ളൂ എന്നൊക്കെ വിചാരിച്ചെടുത്തതെന്ന് പറയാനുള്ള ആളുകൾ നല്ല ശക്തമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ
ഇവിടെ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഡി സുഗതനാണെങ്കിലും അദ്ദേഹത്തെ പോലെ മുതിർന്ന നേതാവാണെങ്കിലും താരതമ്യം ചെറുപ്പക്കാരനായ ശ്രീ പഴകുളം മധുവിനെ പോലുള്ള ആളുകളാണെങ്കിലും എങ്ങനെയെങ്കിലും ഇതിനെ ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പാർട്ടിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയെന്ന് തോന്നലുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ ഇതൊരു ഗൗരവതരമായ സാഹചര്യമാണ് എന്നവർ മനസ്സിലാക്കാതിരിക്കുന്നുണ്ടാകുമോ? അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കുകയില്ലേ ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയും ഹസനും ഒടുവിലാണെങ്കിൽ തന്നെയും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള ചർച്ചകൾ നടത്താഞ്ഞത് മോശമായി പോയി എന്ന ഒരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടാവുക? അല്ല, ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമെന്നതിനേക്കാൾ ഉപരി ഇത് വ്യക്തിപരമായിട്ട് ചില നേതാക്കന്മാർ തമ്മിലുള്ള ഒരു പകതീർക്കലിന്റെ ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ പി ജെ കുര്യൻ എന്ന് പറഞ്ഞ ഒരു വയോധികനായ അല്ലെങ്കിൽ മുതിർന്ന നേതാവ് വീണ്ടും രാജ്യസഭയിലേക്ക് പോകരുത് എന്ന കാര്യത്തിൽ ഇവിടെ ചില ആളുകൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ചില ചെറുപ്പക്കാരെ ഇളക്കി വിട്ടത്. അതിന്റെ രണ്ടാം ഘട്ടം എന്ന രീതിയിലാണ് ഈ സീറ്റ് മാണിക്ക് അടിയറ വെച്ചത്. സത്യത്തിൽ മാണിക്ക് മുമ്പിൽ കീഴടങ്ങല്ലേ ഇത്. കെ എം മാണിക്ക് സീറ്റ് കൊടുക്കുന്നതിലൂടെ സ്വന്തം പാർട്ടിയാണ് ഈ നേതാക്കന്മാർ ചെയ്തത്. ഈ യാഥാർത്ഥ്യം നാട്ടിലെ കോൺഗ്രസുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി. അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നിരന്തരം കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നൊരു തോന്നലിലേക്ക് പോയി. ഇങ്ങനൊരു തോന്നൽ തന്നെയാണ് 5ാം മന്ത്രിയുടെ കാര്യത്തിലും ഉണ്ടായത്. ഇത് ബി ജെ പിക്ക് ഏത് രീതിയിൽ ഗുണം ചെയ്യും എന്ന് ഞാൻ പറയാം. ബി ജെ പിക്കാരല്ലല്ലോ സീറ്റ് കൊടുക്കുന്നത്. ഇവിടെ പിറവ ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബി ജെ പിക്കാർ തല കുത്തി നിന്ന് പ്രചരണം നടത്തിയതാണ്. ഏതാണ്ട് 3000-3500 വോട്ടാണ് അവർക്ക് കിട്ടിയത്. അത്ര വോട്ട് അവർക്ക് അവിടെ കിട്ടാനുള്ളൂ. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ 5ാം മന്ത്രി വിവാദം ഉണ്ടാകുന്നു. അതിന് പുറകെ നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കും. നെയ്യാറ്റിങ്കരയിൽ ബി ജെ പിയുടെ വോട്ട് 30,000 വർദ്ധിച്ചു. അപ്പോൾ വിചാരിച്ചു ഇത് ഒരു താൽക്കാലിക പ്രതിഭാസമായിരിക്കും. ആളുകൾ നൈമിഷികമായൊരു വികാരത്തിന് അടിപ്പെട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തായിരിക്കും. പക്ഷെ അല്ല. പിന്നീട് വരുന്ന നമ്മുടെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് വല്ലാതെ വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വളരെയധികം വോട്ട് പിടിക്കുന്നു. പത്തനംതിട്ട മണ്ഡലത്തിൽ ഉദാഹരണത്തിന്, തിരുവനന്തപുരത്ത് വിജയത്തിന്റെ തൊട്ട് അടുത്ത് വരെ എത്തുന്നു. പത്തനംതിട്ട പോലെ ബി ജെ പിക്ക് വലിയ പിടുത്തമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് എത്രയോ വോട്ടുകൾ കിട്ടുന്നു. പാലക്കാട്ട് ബി ജെ പിയുടെ വോട്ട് വർദ്ധിക്കുന്നു. എറണാകുളത്ത് വർദ്ധിക്കുന്നു. എന്റെ വീടിരിക്കുന്ന മണ്ഡലം ചാലക്കുടിയാണ്. ചാലക്കുടിയിൽ ബി ജെ പി ചവിട്ടി പിടിച്ച 40,000 വോട്ട് പോലും കിട്ടാത്ത സ്ഥലം. നമ്മുടെ 92,000 വോട്ട് പിടിച്ചു. ഈ രീതിയിൽ ബി ജെ പിയുടെ വോട്ട്. അത് പിന്നെ നരേന്ദ്രമോദിയുടെ ഒരു തരംഗമാണെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് ഇതാ വരുന്നു അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി, ഉമ്മൻചാണ്ടി തന്നെ പറയുന്നു UDF-ഉം ബി ജെ പിയും തമ്മിലാണ് മത്സരം. ഇപ്പം നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വിജയകുമാർ അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ബൂത്തിൽ 3ാം സ്ഥാനത്തായി പോകുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ഇത് എല്ലാവർക്കും ക്ഷീണം ചെയ്യുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി പിടിച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നഷ്ടപ്പെടുന്ന അത്രയും വോട്ടുകൾ അവർ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടിരിക്കുക. അതാണ് അതിന്റെ വിജയരഹസ്യം. CPM-ന്റെ വോട്ട് പോകുന്നുണ്ട് ബി ജെ പിയിലേക്ക്. പക്ഷെ പോകുന്ന ഹിന്ദു വോട്ടുകൾക്ക് തുല്യമായിട്ടോ അതിനേക്കാൾ കൂടുതലായിട്ടോ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് ബി ജെ പി CPM-ഉം ഇടതുമുന്നണിയും പിടിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഇഷ്ടമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അങ്ങനെ അവർ തോറ്റുപോയത്. അല്ലെങ്കിൽ BDJS ഉണ്ടാക്കിയതിന്റെ ക്ഷീണം CPM-നും ഇടതുപക്ഷ മുന്നണിക്കുമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. മറിച്ചാണ് സംഭവിച്ചത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ സങ്കീർണമായൊരു പ്രക്രിയയാണ്. ഇത് ജനങ്ങളെ ഏത് ഘടകം ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ ഏത് രീതി ബാധിക്കുന്നു എന്ന് നമുക്ക് ആർക്കും ഗണിച്ച് പറയാൻ കഴിയില്ല. ഞാനിത് വളരെ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. എനിക്കിതിൽ പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. കോൺഗ്രസ് പാർട്ടി നിലനിന്ന് കാണുന്ന ആഗ്രഹിക്കുന്നവർ. പക്ഷെ ഈ തീരുമാനത്തിന്റെ ഫലം ഏതാണ്ട് 5ാം മന്ത്രിയുടെ ഒരു നിലവാരത്തിലേക്ക് പോയേക്കാം. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വളരെ നമ്മുടെ പടിവാതിലുകൾ നിൽക്കുകയാണ്. എങ്ങനെ പോയാലും വരുന്ന മാർച്ച് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ. എന്റെ കണക്കൂട്ടൽ അനുസരിച്ചാണെങ്കിൽ മിക്കവാറും ഈ ഒക്ടോബർ മാസത്തിൽ, സെപ്റ്റംബർ ഒക്ടോബറിൽ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. നവംബറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുണ്ടാക്കാൻ പോകുന്ന ക്ഷതം എത്ര വലുതായിരിക്കുമെന്ന് ഊഹിച്ചാൽ മതി. ഇത് VM സുധീരൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി തകർന്നു കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയുമായിട്ടോ അല്ലെങ്കിൽ ചെന്നിത്തലയായിട്ടോ പല കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ. പക്ഷേ കോൺഗ്രസ് പാർട്ടി നിലനിന്ന് കാണണം എന്ന് ഇവരെല്ലാവരേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ സുധീരനാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ്സുകാർ എന്തൊക്കെ പറഞ്ഞാലും ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ വൈതാളികന്മാരും എന്ത് തന്നെ വിശ്വസിച്ചാലും എന്ത് തന്നെ ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ജനങ്ങൾക്കൊരു ബോധ്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ തീരുമാനം ബി ജെ പിക്ക് മാത്രമല്ല ഒരു വലിയ പരിധി വരെ CPM-നടക്കം ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഫലം. അതാണ് കാര്യം. ഞാൻ തിരിച്ചു വരുന്നില്ല ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. നമുക്ക് ഈ ചർച്ച അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോകേണ്ടത് ശ്രീ ഡി സുഗതൻ അവിടെ അങ്ങേയറ്റം ഗൗരവത്തോടെ കാണേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന് എത്രക്ക് ലളിതമായി പറഞ്ഞാലും ആളുകൾക്കെല്ലാം ബോധ്യമുണ്ട്. അത് സാധാരണ താഴെത്തട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് അക്കാര്യത്തിൽ വലിയ ആശങ്കയും ഉണ്ടാകും സ്വാഭാവികമായിട്ടും. ഇവിടെ അല്ലെങ്കിൽ തന്നെയും BJP എങ്ങനെയെങ്കിലും വളക്കൂറുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന, വളർച്ചയുടെ തെളിവുകൾ കൊണ്ടുവരുന്ന ഈ കാലത്ത് കോൺഗ്രസിനകത്ത് തന്നെ രോഷമുണ്ടാകുന്ന ഒരു നിലപാടിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. അത് വേണ്ടത്ര ആലോചനകളില്ലാതെ ഇങ്ങനെ നടത്തിയത് എന്തായാലും തെറ്റായിപ്പോയി എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുടെ VM സുധീരൻ തൊട്ട് താഴോട്ട് ഇങ്ങോട്ട്. അതുകൊണ്ട് രാഷ്ട്രീയകാര്യ സമിതിയിലെ കാര്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് നാട്ടുകാർക്ക് മുന്നിൽ ഇതുപോലൊരു ചർച്ചക്കകത്ത് സമ്മതിച്ചില്ലെങ്കിൽ തന്നെയും തിരുത്തലുകൾ വരുത്തേണ്ടുന്ന സാഹചര്യമുണ്ട് എന്നെങ്കിലും താങ്കൾ സമ്മതിക്കുമോ?
ഇപ്പോഴും സജീവനും അഡ്വക്കേറ്റ് ജയശങ്കറും ഒക്കെ ഒരു കോൺഗ്രസ് വിരോധം അവർ മാറിയിട്ടില്ല. 31% വോട്ട് കിട്ടി ഇന്ത്യയിൽ അധികാരത്തിരിക്കുന്ന മോഡിയാണ് അവരെല്ലാം ആഘോഷിച്ചു കൊണ്ടുനടക്കുന്നത്. അങ്ങനെയല്ലോ അവരങ്ങനെ പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. അല്ല, അവർ രാഷ്ട്രീയ സാഹചര്യത്തെ ചൂണ്ടിക്കാണിക്കുകയാണല്ലോ. അതായത് നേരത്തെ വോട്ട് അവർ കൂട്ടിക്കൊണ്ടുവരികയാണ്. കോൺഗ്രസ് നേതാക്കളുടെ മക്കളിൽ പോലും BJPക്ക് അനുകൂലമായ നിലപാടുണ്ടാകാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. BJP തൊട്ടുകൂടാത്ത പാർട്ടിയല്ല കേരളത്തിൽ ഇപ്പോൾ. അവിടെ ദോഷമുണ്ടാകുന്ന ഗുണം ജയശങ്കറിന്റെ സംസാരത്തിൽ അതൊക്കെ ശരി തന്നെ. പക്ഷേ ജയശങ്കറിന്റെ സംസാരത്തിൽ നെഹ്റുവിനെ പോലും എല്ലാവരും സംസാരിക്കുകയുണ്ടായി. ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വരാനുള്ള ശ്രമത്തിലാണ്. അതിന് കേരളത്തിൽ നിന്ന് കഴിയുമെങ്കിൽ 20 സീറ്റും ജയിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും. എല്ലാ സീറ്റിലും തന്നെ കേരളത്തിൽ 2019 ജയിച്ചു വരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ മുന്നണി വിട്ടുപോയ ഒരു മുന്നണി തിരിച്ചു കൊണ്ടുവന്നത്. അത് തിരിച്ചു കൊണ്ടുവന്ന രീതിയിലും അവർക്ക് അവരുടെ സീറ്റ് കൊടുത്തതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും. തിരിച്ചു വരാൻ വേണ്ടിയാണ്, കോൺഗ്രസ് തിരിച്ചു വരാൻ വേണ്ടിയാണ്, മോഡി അധികാരത്തിൽ മാറ്റാൻ വേണ്ടിയുള്ള എളിയ ശ്രമത്തിൽ കേരളത്തിൽ ചെയ്യുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളെല്ലാം എന്ന് കണക്ക് കൂട്ടണം എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെയുള്ള അഭ്യർത്ഥന തിരിച്ചു വരവിന് വേണ്ടിയിട്ടാണ്. പാർട്ടിക്കകത്തെ ചെറുപ്പക്കാരായ പഴയകാല കോൺഗ്രസ് വിരോധം വെച്ച് പുലർത്തരുത്. പാർട്ടിക്കകത്തെ ചെറുപ്പക്കാർക്ക് ഇത്തരം കാര്യങ്ങളിൽ വിഷമം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു വിപ്ലവകരമായ പുരോഗമനപരമായ വളരെ തിടുക്കത്തിലുള്ള തീരുമാനം ശക്തമായി പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതൊക്കെയാണ്. ഒരാൾക്കും പാർട്ടി കീഴടങ്ങുന്നതോ ഒരാളുടെയും ആവശ്യം അംഗീകരിക്കുന്നതോ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കണമെന്നുള്ളതാണ് യുവാക്കളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഞങ്ങളുടെ എല്ലാ ആഗ്രഹം അതാണ്, ഒറ്റയ്ക്ക് ഭരിക്കണം. രാജ്യത്ത് ഇപ്പോൾ ഇന്ന് കാണുന്നതെന്ന് വെച്ചാൽ BJP ആണ് മുഖ്യ ശത്രു. BJPയുടെ ഈ ഭരണം അവസാനിപ്പിക്കണം. അതാണ് കർണാടകത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തത്. ഇപ്പോൾ UP കുറിച്ച് ജയശങ്കർ പറയുകയുണ്ടായി. ഒരു കാലത്ത് UP എല്ലാവരും കോൺഗ്രസ്സാണ് വോട്ട് ചെയ്തിരുന്നത്. വോട്ട് ചെയ്ത ജനങ്ങൾ അവർക്കിടയിലേക്ക് ജാതിയും മതവും കൊണ്ടുവന്ന് ഭിന്നിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ചു. ചെങ്ങന്നൂരിൽ നിങ്ങൾ പറയുണ്ടായല്ലോ, 46,000 വോട്ട് എല്ലാ ജാതിയും കോൺഗ്രസിനെതിരായിരുന്നു, എല്ലാ മതങ്ങളും കോൺഗ്രസിനെതിരായിരുന്നു. പക്ഷേ എന്നിട്ട് 46,000 വോട്ട് ചെങ്ങന്നൂരിൽ UDF ലഭിക്കുകയുണ്ടായി. ആ സത്യം ആരും കാണാതെ പോകരുത്. ഇത് BJPക്ക് ഗുണം ചെയ്യുമോ? കേരളത്തിൽ BJP ഇതിനൊരു പ്രൊപ്പഗൻഡയാക്കി മാറ്റിക്കൊണ്ട് ഇതൊരു ന്യൂനപക്ഷ അങ്ങനെയുള്ള പ്രചരണങ്ങളൊന്നും കോൺഗ്രസ് വിലപ്പോകില്ല. ഇത്തരം ആശങ്കകളുണ്ട്, അത് സത്യമാണ്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യണം. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശങ്ക കോൺഗ്രസ് മനസ്സിലാക്കി മുൻപോട്ട് പോയാൽ ഈ ഒരു പരാജയത്തിൽ നിന്നും കോൺഗ്രസിന് അതിവേഗം തിരിച്ചു വരാൻ കഴിയും. യുവാക്കളും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. യുവാക്കളുടെ ആഗ്രഹം എന്താണ്? കോൺഗ്രസ് ശക്തിപ്പെടണം കൂടുതലായി. ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. യുവാക്കൾ കൂടുതലായി നേതൃത്വത്തിലേക്ക് വരിക, പാർട്ടിയെ ശക്തിപ്പെടുത്തുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഇത് ആർക്കും യാതൊരു ആശങ്കയും വേണ്ട. കോൺഗ്രസിനൊരു ഇന്ത്യ ഞാൻ പറഞ്ഞല്ലോ, ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെല്ലാം മറികടന്ന് തിരിച്ചു വരും. ജയശങ്കർ, താങ്കൾക്ക് സമയമില്ല, എന്നാലും ഈ പറയുന്ന ഞങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുക എന്ന അവകാശവാദം അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കൂടുതൽ ശക്തിപ്പെടുകയെന്നല്ല, ഞങ്ങൾക്ക് ഇതിനെല്ലാം മറികടക്കാൻ കഴിയും. ഞങ്ങൾ ഇതിനെല്ലാം അതിജീവിക്കും. കോൺഗ്രസ് കേരളത്തിൽ ഒഴുകിപ്പോകും എന്നാരും കരുതണ്ട. കോൺഗ്രസ് ഇതൊക്കെ ഇഷ്യൂസ് ആണ്. ഇതൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ ശരീരത്തിൽ പോറലേൽപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കാം. കോൺഗ്രസ് ഒഴുകി പോകരുതെന്നാണ് എന്റെ ആഗ്രഹം. കോൺഗ്രസ് ഒഴുകി പോകുന്നില്ല. കോൺഗ്രസിന് ഈ തീരുമാനം തീർച്ചയായിട്ടും ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ ഇമ്പാക്ട് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് വോട്ടെണ്ണി കഴിയുമ്പോഴേ പറയാൻ പറ്റും. വളരെ വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ D സുഗതൻ, ശ്രീ പഴകുളം മധു, ശ്രീ A സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. രാഷ്ട്രീയകാര്യ സമിതി നോക്കുകുത്തിയായോ എന്ന ചോദ്യമായിരുന്നു. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നുള്ള ഒടുവിലത്തെ വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മുന്നോട്ട് ചോദ്യം ഇതായിരുന്നു: രാഷ്ട്രീയകാര്യ സമിതി നോക്കുകുത്തിയോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. നോക്കുകുത്തിയാണ് എന്ന അഭിപ്രായമാണ് ഞങ്ങളോട് അഭിപ്രായം രേഖപ്പെടുത്തിയ പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞിരിക്കുന്നത്. 91% ആളുകളും രാഷ്ട്രീയകാര്യ സമിതിയെ വകവെക്കുന്നില്ല, അല്ലെങ്കിൽ വിലവെക്കേണ്ടുന്ന ഒരു സമിതിയായിട്ട് കാണുന്നില്ല. 9% ആളുകൾക്ക് മാത്രമേ മറിച്ചൊരു അഭിപ്രായമുള്ളൂ. രാഷ്ട്രീയകാര്യ സമിതി നോക്കുകുത്തിയാണെന്ന് 91% പേരും പറയും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.